ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഞങ്ങളിപ്പോൾ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലാണ് ഉള്ളത്. ഞങ്ങൾ എറണാകുളത്ത് നിന്നും സുജാന്റെ തൃശ്ശൂരിൽ നിന്നാണ് കയറിയത്. ട്രെയിനിൽ വെച്ച് തന്നെ ചിന്നിട്ട് കുഞ്ഞാപ്പിയുടെ കയ്യിൽ വെച്ചിരുന്ന് എൻ്റെ കൈയും പിടിച്ച് നടക്കുമായിരുന്നു. അർജുനന്റെ മോളാണ് കുഞ്ചു. അങ്ങനെ ഞങ്ങൾ 5 കസിൻസും കൂടെ ഒരുപാട് കളിച്ചു. ഫുട്ബോൾ വെച്ചുള്ള കളി പിച്ചിൽ ഭയങ്കര ഇഷ്ടമാണ്. സുജിയാന്റി അമ്മയൊക്കെ കളിക്കാൻ വരും. ഷീറ്റുകൾ കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ സെറ്റ് കളിക്കുന്നു. ടീമായിട്ടാണ് കളിക്കാറുള്ളത്. ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്കാരുടെ കൂടെയാണ് ടീം. ഇപ്പം ഞാനും കുഞ്ചും ടീം, എന്നിട്ട് കുഞ്ഞാപ്പി അമ്മമ്മയും ടീം. നെക്സ്റ്റ് ഈവനിങ് ആയപ്പോൾ ഞങ്ങൾ ഒരു സ്നാക്ക് ഉണ്ടാക്കാൻ ട്രൈ ചെയ്തതാ. അപ്പോൾ സുജാൻ്റെ മയോണൈസ് ഒക്കെ ഉണ്ടാക്കി തന്നു. ഞാനും കുഞ്ചും കുഞ്ഞാപ്പിയും കൂടെയാണ് സ്നാക്ക് ഉണ്ടാക്കിയത്. അത്ര ടേസ്റ്റ് വന്നില്ലെങ്കിലും ഇത്രയൊക്കെ ടേസ്റ്റ് ഉണ്ടായിരുന്നു.
ഹാപ്പി ഞങ്ങളുടെ സ്നാക്സ് ടേസ്റ്റ് ചെയ്തപ്പോൾ അയാളുടെ എക്സ്പ്രഷൻ കണ്ടത്. ഒരു ദിവസത്തെ ഈവനിങ്ങിൽ ഞങ്ങൾ മറിയൻ എക്സ്പ്ലോ കാണാൻ പോയി. കുളപ്പള്ളിയിലും ഇതിന്റെ ഷോർട്സ് ആയിട്ട് ഞങ്ങളുടെ ചാനലിലുണ്ട്. ഇവിടെ നല്ല ഫണ്ണായിരുന്നു. ഞങ്ങൾ സ്പൈക്കുട്ടനൊക്കെ കണ്ടു. കുറേ മീനൊക്കെ കാണാൻ പറ്റി. ചില സ്ഥലത്തേക്ക് ഭയങ്കര പേടിയാണ്. വലിയ ഫിഷിനെ കണ്ടപ്പോൾ പ്രത്യേകിച്ച് അത് നല്ല പേടിയാണ്. കണ്ടപ്പോഴും പിക്ചറിനും ചിന്തിക്കാൻ പേടിയായി. പിന്നെ അവിടുത്തെ കുറെ സ്നാക്സ് ആണത്. ഞങ്ങൾ കുറച്ചൊക്കെ അതിന് മേടിച്ചു. അവിടുത്തെ റൈഡ്സ് ആണ്. കാര്യം കുഞ്ചുവിന് എന്നെക്കാട്ടും ഒരു വയസ്സ് കൂടുതലേ ഉള്ളൂ. പക്ഷെ ഹൈറ്റ് കൂടുതലായ കാരണം പല റൈഡ്സിലും കയറാൻ പറ്റിയില്ല. ഞങ്ങൾക്ക് കുട്ടികളുടെയും വലിയവരുടെയും റൈഡ്സിൽ കയറാൻ പറ്റും. റൈഡാണ് പിക്ചറിന് ചിന്നട്ടിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. പിന്നെ ഇത് അവിടുത്തെ ഒരു ഡ്രാഗൺ ട്രെയിൻ. ഇതിൽ പിച്ചിട്ടും കൂടെ വന്നു. പക്ഷെ ചിന്നട്ടി വന്നില്ല. ചിന്നട്ടിക്കപ്പം തന്നെ പേടി. ഞങ്ങൾ ഇവിടുത്തെ ഒരു മഞ്ചിൽ കയറാണ്. ആദ്യമൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷെ ലാസ്റ്റ് ആയപ്പോൾ ഭയങ്കര പൊക്കത്തിൽ പോയി. പിച്ചി പേടിയായി. നോക്കി നിൽക്കുകയായിരുന്നു. എനിക്ക് കയറണോ വേണ്ടേ എന്നുള്ള കൺഫ്യൂഷനാണ്. ഫൈനലി ഞങ്ങൾ അതിൽ കയറി. ഞങ്ങളുടെ കൂടെ അമ്മമ്മയുണ്ടായിരുന്നു അതിൽ കയറാൻ. അവിടെ നല്ല ഫണ്ണായിരുന്നു. ഭയങ്കര പൊക്കത്തേക്കൊക്കെ പോകാൻ പറ്റി. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടുത്തെ കുറെ ഫുഡ് ഐറ്റംസ് ഒക്കെ കഴിച്ചു.
വരുമ്പോഴാണ് ഈ ഒരു സംഭവം ഇത് ഞങ്ങൾ ട്രൈ ചെയ്തു. ഇതിൽ ഏറ്റവും വേസ്റ്റ് ആയിട്ട് ചെയ്തത് ഞാനായിരുന്നു. ബെസ്റ്റ് ആയിട്ട് ചെയ്തത് സുജാന്റെ ആയിരുന്നു. ആർക്കും പ്രൈസ് ഒന്നും കിട്ടിയില്ല. രാത്രി ഫുഡൊക്കെ കഴിച്ച് കിടന്നുറങ്ങി. നെക്സ്റ്റ് ഡേ ഉച്ചയ്ക്കായപ്പോ അമ്മയുടെ വല്യച്ഛനെ കാണാൻ പോയി. റെഡി ആയി കഴിഞ്ഞ് ഞങ്ങൾ ഇത്തിരി സമയം കിട്ടിയപ്പോ പന്ത് കളിക്കാനാണ് കാണുന്നത്. ചെറുതായിട്ടൊന്നും ഉറങ്ങിയോണ്ട് എന്തൊരു ക്ഷീണം കാണും. ഒരു കോഴിക്കൂട് കണ്ടു. അതിനകത്ത് കോഴി ഉണ്ടായിരുന്നു. അപ്പൊ അത് ഞങ്ങൾ നോക്കുമായിരുന്നു. ഞങ്ങൾക്ക് ഇരുമ്പാമ്പുളി ഇഷ്ടമെന്ന് പറഞ്ഞപ്പോ അവിടുത്തെ അച്ഛമ്മ ഞങ്ങൾക്ക് ഇരുമ്പാമ്പുളി പറിച്ചു തരും. ചായ കുടിച്ചു. പിന്നെ അവിടുത്തെ അച്ഛൻ്റെ അച്ഛമ്മേന്റെയും കൂടെ ഫോട്ടോ ഒക്കെ എടുത്ത് അവിടുന്ന് പോന്നു. അവിടെ പോയി കഴിഞ്ഞ് കുറേ വീട്ടിലൊക്കെ പോയായിരുന്നു. കുറേ ഫൺ ഗെയിംസ്
പ്രേതപ്പഴം എന്ന് പറയുമ്പോൾ തന്നെ പേടിച്ചിരിക്കുകയായിരുന്നു. ആഡ് വരുമ്പോഴൊക്കെയാണ് അവൻ പേടിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അമ്മമ്മ ഞങ്ങൾക്ക് കൂവപ്പായസം വെച്ച് തന്നു. തിരുവാതിരയ്ക്ക് പാലക്കാട് വെക്കുന്ന ഒരു വിഭവമാണ് കൂവപ്പായസം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കുറച്ച് കഴിഞ്ഞപ്പോ അച്ഛൻ വന്നു. അച്ഛൻ വന്നപ്പോ പിച്ചേട്ടൻ ആദ്യം കരഞ്ഞെങ്കിലും പിന്നെ നല്ല കമ്പനിയായി. ഇന്ന് ഡിസംബർ 31, അതുകൊണ്ട് തന്നെ ന്യൂ ഇയർ ആയി. കുറച്ച് കഴിഞ്ഞപ്പോ ഞങ്ങൾ അത്ര വിത്ര തവളാച്ചൊക്കെ കളിക്കാൻ തുടങ്ങി. ന്യൂ ഇയർ സ്പെഷ്യൽ ആയിട്ട് അമ്മമ്മ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ അതിരുന്ന് കഴിച്ചു. എന്നിട്ട് ഞങ്ങൾ എല്ലാരും കൂടെ ന്യൂ ഇയർ കേക്ക് കട്ട് ചെയ്തു. എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു കേക്ക്. ഞങ്ങൾ എല്ലാവർക്കും കേക്ക് കൊടുത്തു. മാമന് കേക്ക് കൊടുക്കാണ്. പിറ്റേ ദിവസം ആയപ്പോ ഞങ്ങൾക്ക് വീട്ടിൽ പോകണം. അതുകൊണ്ട് ഞങ്ങൾ പോണേ ബലൂണൊക്കെ കൊടുത്തു. ബാഗെല്ലാം വണ്ടിയിൽ വെച്ചിട്ട് വീട്ടിൽ പോവാണ്. എല്ലാവരും നല്ല സാഡായിരുന്നു. ഞങ്ങൾ എല്ലാവർക്കും ബാഗ് കൊടുത്ത് വീട്ടിൽ പോയി.
ക്രിസ്മസ് ന്യൂ ഇയർ വെക്കേഷൻ ഞങ്ങൾ കസിൻസ് ഒക്കെ ആയിട്ട് അടിച്ചു വെച്ചു. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഹാപ്പി ന്യൂ ഇയർ. ബൈ.